ക്ഷേത്രങ്ങൾ ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ്. ക്ഷേത്രദേവത ഗ്രാമത്തിന്റെ കാവലാളം. ഈ സങ്കല്പത്തിന് ഉത്തമ ഉദാഹരണമാണ് തൃശൂർ ജില്ലയിലുള്ള കട്ടിലപ്പൂവത്തെ ശ്രീ പേരയിൽ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രപുരാണം ഏകദേശം 1500 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിന് പറയുന്നുണ്ട്. ഒരു കാലത്ത് അതിപ്രശസ്തമായിരുന്ന ഈ ക്ഷേത്രം പലവിധ കാരണങ്ങളാൽ അന്യാധീനപ്പെട്ടു പോവുകയും കുറേയധികം കാലം നശിച്ചുകിടക്കുകയും ചെയ്തു. എങ്കിലും കാലത്തിന്റെ ആവശ്യാനുസരണം ക്ഷേത്രം പൂർവാധീന ശക്തിയോടെ ഉയർന്നു വരികയും നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായി വിളങ്ങുകയും ചെയ്യുന്നു. നാടിന്റെയും നാട്ടാരുടെയും ഐശ്വര്യങ്ങൾക്ക് കാരണഭൂതമായിക്കൊണ്ടിരിക്കുന്ന അതിപ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന പേരയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഉണരൂ ദേവി, ഉണരൂ ജഗദംബികെ, ഉണരൂ ദേവി, ഉണരൂ ജഗദംബികെ. തൃക്കൺമിഴിക്കു ശ്രീ പേരഭദ്രകാളി നമോസ്തുതേ. തൃക്കൺമിഴിക്കു ശ്രീ പേരഭദ്രകാളി നമോസ്തുതേ. അമലേ വിമലേ പൂർണ്ണ കമലേ ഭക്തവത്സലേ. അമലേ വിമലേ പൂർണ്ണ കമലേ ഭക്തവത്സലേ. ശ്രീപേര തട്ടകം വാഴും ഭദ്രകാളി നമോസ്തുതേ. ശ്രീപേര തട്ടകം വാഴും ഭദ്രകാളി നമോസ്തുതേ. മച്ചാട് വെള്ളാനി മലകളെ കാവൽ നിരകളാക്കി താഴ്വാരം തട്ടകമാക്കി ശ്രീ പേരാ ഭഗവതി നിലകൊള്ളുന്നു. 1500ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ദക്ഷിണ കാളിഘട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീ ഭദ്രകാളിയുടെ അപൂർവ രൗദ്രഭാവമായ പഞ്ചമി ഭാവത്തിലാണ് ദേവി ഇവിടെ കുടിയിരിക്കുന്നത്. ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സദാ പരിരക്ഷിക്കുന്ന ഈശ്വരീയ ഭാവത്തിലുള്ള അമ്മയായിട്ടാണ് ദേവിയെ ധ്യാനിക്കേണ്ടത്. ദേവിയെ വർണ്ണിക്കുന്ന ധ്യാനശ്ലോകം: കാളീ മേഘ സമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗഖേടകപാലധാരികശിരഃ കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസവിധാം മുണ്ഡസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപതാം സംഹാരിണീമീശ്വരീം. തൃശൂർ ടൗണിൽ നിന്നും 15 കിലോമീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ രാമവർമ്മപുരം വഴി സഞ്ചരിച്ചാൽ ശ്രീ പേരാ ഭഗവതിയുടെ തട്ടകമായ കട്ടിലപ്പൂവം ഗ്രാമത്തിലെത്താം. ചേതോഹരമായി ചോല വിരിച്ചു നിൽക്കുന്ന പൂവമരത്തിന്റെ തണലിൽ ചരിത്രാതീത കാലത്ത് ഋഷീശ്വരനാൽ ദേവിയെ കുടിയിരുത്തി എന്നതാണ് ഐതിഹ്യം. ദേവി ചൈതന്യത്താൽ വിശിഷ്ടമായി തീർന്ന കാട്ടിലെ പൂവമരത്തിന്റെ വിശേഷണത്തിലൂടെ പിൽക്കാലത്ത് ഈ തട്ടകം കട്ടിലപ്പൂവം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഏറെ പഴമയാർന്ന ഈ ദേവി ചൈതന്യം ഒരിക്കൽ ഗ്രാമവാസികളുടെ കാവിലമ്മയായി അവർ നൽകുന്നതെന്തും നിവേദ്യമായി സ്വീകരിച്ചും അവരെ അനുഗ്രഹിച്ചും വാണിരുന്നു എന്നത് ഒരു പഴയ സ്മരണയായി ഇന്നും ഭക്തർ അയവിറക്കുന്നു. എനിക്ക് ക്ഷേത്രവുമായിട്ട് 1969 മുതൽ ബന്ധമുണ്ട്. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഈ പൂമരച്ചോട്ടിൽ കുടികൊണ്ടിരുന്ന വിഗ്രഹത്തിന് മുമ്പിൽ വീട്ടിൽ നിന്ന് പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പല കഴിഞ്ഞാൽ ആദ്യം പാല് കൊണ്ടുവന്ന് പഞ്ചസാരയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുന്ന് വിറക് ചൊല്ലികൾ ശേഖരിച്ച് കത്തിച്ച് പായസം ഉണ്ടാക്കി ഞാൻ തന്നെ നിവേദ്യം ചെയ്തിട്ടുണ്ട്. 69. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 8 വയസ്സ് മുതൽ ഇവിടെ വന്നു തുടങ്ങിയതാണ്. അന്ന് ഒരലറി മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഈ പ്രതിഷ്ഠ. ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നിവിടെ വീട്ടിൽ നിന്ന് വിറകും വെള്ളവും എല്ലാം കൊണ്ടുവന്ന്, വെള്ളം കൊണ്ടില്ല, വിറകും ശർക്കരയും എല്ലാം കൊണ്ടുവന്ന് ആ ചാലിൽ പായസം വെച്ചിട്ട് ദേവിക്ക് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കന്നാലികളുണ്ടായിരുന്നു. കന്നാലികൾക്ക് അസുഖം വരുമ്പോൾ ഇവിടെ വന്ന് വഴിപാടുകൾ ചെയ്യാറുണ്ട്. കാലാന്തരത്തിൽ ആരെയും അതിശയിപ്പിക്കുന്ന വിധം വന്ന മാറ്റങ്ങൾ ഭക്തർ ദേവീകാര്യങ്ങളിൽ പുലർത്തുന്ന അതീവ ശ്രദ്ധയും
അവരുടെ ജാതിമത ഭേദമില്ലാത്ത സഹകരണം കൊണ്ടും വന്നു ചേർന്നതാണ്. ക്ഷേത്രത്തിന്റെ മതിൽ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയുയർത്താൻ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അതിനൊന്നും സാധിച്ചില്ല. നമുക്കതിനുള്ള സ്ഥലം വളരെ പരിമിതമായിരുന്നു. നമ്മൾ തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് സ്ഥലം ചോദിച്ചപ്പോൾ തരാതിരിക്കുകയും നമ്മളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. മതിൽ കെട്ടണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സഹായം ഇല്ലാണ്ട് നടക്കില്ല. അതുകൊണ്ട് അതിൻ്റെ സ്ഥലം അമ്മ തന്നെ എത്തിച്ചു തരണമെന്ന് ഞങ്ങളെല്ലാവരും അമ്മയുടെ നടക്കിൽ നിന്ന് പ്രാർത്ഥിക്കുകയും പിറ്റേ വർഷം തന്നെ നമുക്ക് ആ സ്ഥലം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 17 സെന്റ് സ്ഥലം മാത്രം ഉണ്ടായിരുന്ന ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നത് 3-3.25 ഏക്കർ സ്ഥലത്താണ്. ഇതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും ഭക്തജനങ്ങളുടെ ഈ നിർലോഭമായിട്ടുള്ള അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും നിർലോഭമായിട്ടുള്ള പ്രവർത്തിയും കൊണ്ട് മാത്രം സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിയായി ആചാര്യവർണം നടത്തിയതോടെ ക്ഷേത്ര പൂജാതി അനുഷ്ഠാന കർമ്മങ്ങൾ ക്രമപ്പെടുത്തുകയുണ്ടായി. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ദേവീ ചൈതന്യം വെളിവാകും വിധം ഭക്തർക്ക് പ്രത്യക്ഷ അനുഭവമാണ് ഉളവാക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുക. ഒരു ദിവസം എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച നാമം ചെല്ലാനുള്ള ഒരു കണ്ടീഷൻ ഇല്ല. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇന്ന് എനിക്ക് ദേവി സഹായിച്ചാൽ മാത്രമേ എനിക്കിന്ന് നാമം ചെല്ലാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ നാമം ചെല്ലാൻ ഇരുന്നു. തുടങ്ങിയൊരു 100 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് കണ്ണൊന്നും കാണാത്ത ഒരവസ്ഥ പോലെയാണ്. പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി. ഭൂമി കുലുങ്ങണ പോലെ ഒരു സെക്കൻഡ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ താണു പോവാണോ എന്ന് തോന്നി എനിക്ക് പെട്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ നാമം ചൊല്ലി 1000 ചൊല്ലി എല്ലാം കിടന്ന് ചൊല്ലി അതൊക്കെ എങ്ങനെയാണെന്ന് പുസ്തകത്തിൽ നോക്കിയിട്ടൊന്നും ഇല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ആ നാമം മുഴുവൻ ചെല്ലാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ തലകറക്കമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് എനിക്കൊരു വലിയൊരു അനുഭവമാണ്. ഏത് പ്രതിസന്ധി നമ്മുടെ വീട്ടിലും പരിസരത്തും ഉണ്ടായാൽ ആ സമയം ഭഗവതിയെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിൽ വന്നോ ആരാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കുറവുകളും അമ്മ ഇല്ലായ്മ ചെയ്ത അനുഭവമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത്. ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് വന്ന് ഇവിടെ നാമം ചൊല്ലാൻ തുടങ്ങിയതാണ്. അങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾക്ക് ഒരു ലിവറിൽ വെള്ളമായിട്ടൊരു അസുഖം വന്നു. അവർ പൂനെയിലാണ്. അവരെന്നെ വിവരം അറിയിച്ചില്ല. കുറെ കഴിഞ്ഞ് താഴെയുള്ള വന്നപ്പോൾ പറയട്ടെ പറഞ്ഞു എന്നോട്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാനും ഉണ്ട് പൂനെക്ക് തന്നെ പോയി. ഇവിടെ അമ്പലത്തിൽ വന്ന് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തിരുമേനിയോട് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ പറയണോ ചോദിച്ചു. എനിക്കറിയണമെന്ന് പറഞ്ഞു. പറയില്ല, ഞാൻ എന്നോട് പറയാമെന്ന് പറഞ്ഞു. അല്ല എന്നോട് തന്നെ പറഞ്ഞോളൂ. എന്നോട് പറയണ പറഞ്ഞ ആൾ പേടിച്ച് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് തന്നെ പറഞ്ഞോളൂ, എന്തായാലും ഞാൻ അമ്മയെ വെറുതെ ഇല്ല വന്ന് വിളിക്കണേ. എനിക്ക് അമ്മ അതാണോ തരുന്നത് വെച്ചാൽ ഞാൻ മേടിക്കാം, ഞാൻ നടക്കണമെന്ന് പറഞ്ഞു. വാഴാണി തിരുമേനിയായിരുന്നു. അദ്ദേഹം പടിയിലേക്ക് ഇറങ്ങി നിന്നു. 3 പ്രാവശ്യം എന്നെ നോക്കി, 3 പ്രാവശ്യം ദേവിയെ നോക്കി. 3 അടി അടിച്ചു എന്നിട്ട് ഞാൻ ഏറ്റു പോരെ 100 പ്രാവശ്യം എന്നോട് ചോദിച്ചു. മതി പറഞ്ഞു ഞാൻ. അന്ന് തൊട്ട് പുഷ്പാഞ്ജലി കഴിച്ചു തുടങ്ങി. പൂനെക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടറെ എടുക്കുമ്പോൾ ഞാൻ കൂടെ പോയി. അവിടെ ചെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തതെന്ന്. വെള്ളം കുത്തിയെടുക്കാൻ ചെല്ലാൻ പറഞ്ഞതാണ്. 17 ദിവസം ആസ്പത്രി കിടന്നതാണ്. ഞങ്ങളെന്താ ചെയ്യും? അമ്മ അവിടെ എത്തി. ആ കുട്ടി ഇന്ന് അമേരിക്കയിലാണ്. പിന്നെ ആ അസുഖം ആ കുട്ടിക്ക് കണ്ടിട്ടില്ല. ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിമുക്തമായി തട്ടകത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ വന്നതോടെ കൂടുതൽ ഭക്തർ ഒത്തുചേരുകയും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ വ്യാപൃതരാവുകയും ചെയ്തു. ക്ഷേത്രത്തിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി 275 കുടുംബങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഭരണം നടത്താനായിട്ടൊരു കമ്മിറ്റി തിരഞ്ഞെടുത്തു. മാതൃസമിതി കൂടി ഉൾപ്പെട്ട കമ്മിറ്റി തിരഞ്ഞെടുത്ത് അതിനുശേഷം 12 വർഷം മുന്നേ ആണ് നമ്മൾ പുനരുദ്ധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അത് വളരെ വിജയപ്രദമായി എത്തിക്കാൻ കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ 21 മുതൽ 26 വരെ കലശം അഷ്ടപതി സഹസ്ര കലശം ആടുന്നതിന് വരെ ഉള്ള എല്ലാവിധ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളുടെയും കമ്മിറ്റി മെമ്പർമാരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഇത്രയും വളരെ വലുതായി വന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ ശക്തി കൊണ്ടുമാണ്. ആ ശക്തി മറ്റുള്ള ജനങ്ങളിലേക്ക് വന്ന് അവരിതിനു വേണ്ടി പ്രയത്നിച്ചു. അവരെല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും വലിയ ഒരു സംഭവമായി മാറാൻ സാധിച്ചത്.
ദേവീ നിയോഗത്താൽ ക്ഷേത്രത്തിലെത്തിയ ശ്രീ കാഞ്ചി കാമകോട്ടി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ ശ്രീകോവിലിന് തറക്കല്ലിട്ടുകൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചു. പല ഘട്ടങ്ങളിലായി നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആശ്ചര്യം ജനിപ്പിക്കുന്ന പുരോഗതിയാണ് കൈവരിച്ചത്. 26 അടി ഉയരമുള്ള ചുറ്റുമതിലും ആനപ്പള്ള മാതൃകയിൽ തീർത്ത മതിൽക്കെട്ടും ഉപദേവതകളായ കിരാത പാർവതിക്കും ദുർഗാദേവിക്കും തീർത്ത ശ്രീകോവിലുകളും ചുരുങ്ങിയ കാലത്തിൽ പൂർത്തിയാക്കിയെന്നത് പേരാ ഭഗവതിയുടെ ശക്തിപ്രഭാവത്തിന്റെ പ്രത്യക്ഷ പ്രതീകങ്ങളാണ്. ഏകദേശം 20 അടി ഉയരത്തിലുള്ള കരിങ്കൽ കെട്ട് മതിൽക്കെട്ട് അത് ഏത് രീതിയിൽ നിർമ്മിക്കണമെന്ന ഒരു ആശങ്കയിൽ വന്നപ്പോൾ അത് എന്നെ ഏൽപ്പിക്കുകയും എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അത് നന്നായി നടത്തണമെന്ന് ആൾ നിർദ്ദേശിക്കും. അതിൽ പ്രകാരം ഞങ്ങൾ ഏകദേശം 20ഓളം പണിക്കാരെ വെച്ച് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ നിർലോഭമായ സഹകരണങ്ങളും ഇവിടുത്തെ അമ്മമാരുടെ നിർലോഭമായ സഹകരണങ്ങളും എല്ലാം കൊണ്ടും വളരെ എന്നെ അത്ഭുതപ്പെടുത്തി നിർമ്മാണം വളരെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ഇന്ന് ഈ കാണുന്ന രീതിയിൽ എത്താൻ ഇവിടുത്തെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. നാമജപങ്ങളാൽ മുഖരിതമായ ഈ അന്തരീക്ഷത്തിലെത്തുന്ന ഭക്തരുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന അദ്ഭുത അനുഭവങ്ങളാണ് ഇവിടുത്തെ അമ്മമാർക്ക് പറയാനുള്ളത്. എനിക്ക് പുറത്ത് പെട്ടെന്ന് കഴിഞ്ഞ കൊല്ലം ഒരു കുരുണ്ടായിട്ട് എനിക്ക് വരാൻ പറ്റാണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. എനിക്ക് എന്നെ കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ. സന്ധ്യയ്ക്ക് 6 മണിക്ക് ഞാൻ വിളക്ക് വെച്ചിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കരയുക. ആ കരയണ സമയത്ത് ആ വീടിൻ്റെ തൊട്ട് ഞങ്ങളുടെ വാതിലിൻ്റെ അവിടെ ദേവി വരിക. ഈ ഭഗവതി, സുന്ദരിയായ ഭഗവതി, സ്വർണത്തിൽ മുങ്ങി പച്ചപ്പട്ട് സാരി ഉടുത്തിട്ട് വന്നിട്ട് ദേവി അവിടെ നിൽക്കുക. എന്നിട്ട് ഇതിങ്ങനെ എന്നെ കാണിക്കുക. ഞാൻ അതുപോലെ കസാല എനിക്ക് എണീക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഞാൻ കഴുത്തിങ്ങനെ നീട്ടി കൊണ്ടുപോയില്ല ദേവിയുടെ അടുത്തേക്ക്. അങ്ങനെ ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഞാൻ ഇരുന്നോടത്തുനിന്ന് ഇങ്ങനെ അനങ്ങിയപ്പോൾ എൻ്റെ ഈ കുരു അങ്ങോട്ട് പൊട്ടി വാർന്നു പോയി. ഞാൻ 2010 എനിക്ക് ബ്ലഡ് കോട്ടായി തലച്ചോറിൽ. അങ്ങനെ ഓർമ്മയില്ലാണ്ട് എലിയേറ്റ് ആശുപത്രിയിൽ ICUവിൽ ഒരു ഭാഗം തളർന്നു കിടന്നു. അപ്പോൾ ഇവിടെ സപ്താഹം നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ച് എനിക്ക് നടക്കാൻ പറ്റിയ സപ്താഹത്തിന് പോകണമെന്നും പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കളിയാക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കിടക്കണ അളങ്ങിനി പോകണമെന്ന് ചോദിച്ചു. പക്ഷേ പിറ്റേ ദിവസം എൻ്റെ അസുഖം മാറുകയും ചെയ്തു. ഇന്ന് വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടുമില്ല. ഇവിടെ വന്ന് സപ്താഹത്തിൽ കൂട് പങ്കുചേർന്നു. അങ്ങനെ എല്ലാത്തിലും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാം എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. എന്ത് മനസ്സിലെന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതെങ്ങനെ പിറ്റേന്ന് തന്നെ അതെങ്ങനെയെങ്കിലും നടക്കാറുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കഴിവോ സമ്പത്തോ ഒന്നുമല്ല, എല്ലാം ദേവിയുടെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഇന്നും മരണം വരെയും ദേവിയുടെ അടുത്ത് എപ്പോഴും വരാനും പറ്റുന്ന സഹായങ്ങൾ ദേവിക്ക് വേണ്ടി ഞങ്ങൾക്ക് സമർപ്പിക്കാനും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സമൂഹ സഹസ്രനാമ അർച്ചനയിലും അന്നദാനത്തിലും ഏറെ ഭക്തജനങ്ങളാണ് നാൾക്കുനാൾ പങ്കെടുത്തു വരുന്നത്. അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ആണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വന്നത്. പിന്നെ മാതൃസമിതിയിലെ അംഗം കൂടിയായപ്പോൾ അവരുടെ എല്ലാം പ്രചോദനം, നാരായണീയ സമിതി രൂപീകരിക്കുക, കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കണമെന്നും പാരായണം ചെയ്യിക്കണമെന്നും നാരായണീയം സഹസ്രനാമം ഇതൊക്കെ അവരെ പഠിപ്പിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അതിനുവേണ്ടി ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ ചെയ്യുന്നുണ്ട്. ശങ്കരി ശരണം മേ തവ ചരണയുഗം ദേവി ദയാമയി പേരയിൽ ഭഗവതി ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ഈ ക്ഷേത്രനടയിൽ വന്ന് തൊഴുതു നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു അമ്മയുടെ കുറേ നാമങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു അദൃശ്യ നിർദ്ദേശം പോലെയാണ് എനിക്ക് തോന്നിയത് ക്ഷേത്രനടയിൽ നിന്ന് തൊഴുതുമ്പോൾ.
അപ്പോൾ ആ വർഷത്തെ ഏകാദശി വിളക്കിന് ഗുരുവായൂർ യാദൃശികമായി ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ കൊച്ചപ്പേട്ട എന്നാണ് ഞങ്ങൾ വിളിക്കുക, ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ചേട്ടനെ. കൊച്ചപ്പേട്ടോട് ഞാൻ ചോദിച്ചു, കൊച്ചപ്പേട്ട ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് കട്ടിലപ്പവും അടുത്ത്, ശ്രീ പേര ഭഗവതി ക്ഷേത്രം. ഞാനവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അമ്മ പറയുന്ന പോലെ ഒരു തോന്നൽ, കുറച്ച് നല്ല നാമങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ. വളരെ അടുത്ത ദിവസം തന്നെയാണ് ഞാനും ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ചേട്ടനും ജയറാമൻ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ചേട്ടനോട് സംസാരിച്ച് ഇങ്ങനെ നടക്കെ വന്ന് തൊഴുത് അദ്ദേഹം ദക്ഷിണ വെച്ച് പുറത്തിറങ്ങിയപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഒരമ്മ വന്നിട്ട് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ചേട്ടനോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അമ്മയെ പറ്റി കുറച്ച് പാട്ടുകൾ അങ്ങേക്ക് എഴുതിക്കൂടെയും. എനിക്ക് തോന്നുന്നു ആ അമ്മയ്ക്ക് ഇദ്ദേഹം ആരാന്നും കൂടി അറിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതൊരു അമ്മയുടെ നിർദ്ദേശം പോലെയാണ് നമുക്കൊക്കെ തോന്നിയത്. അപ്പോൾ ചൊവ്വലൂർ കൃഷ്ണേട്ടൻ ചോദിച്ചത് അങ്ങനെയാണ്, സമ്മതിച്ചോ ചോദിച്ചു. സമ്മതിച്ചിരിക്കണു. അങ്ങനെയാണ് അത് തുടങ്ങിയത്. 3 ദിവസം കൊണ്ടാണ് 11 പാട്ടുകൾ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ചേട്ടൻ എഴുതിയിട്ട് എന്നെ കേൾപ്പിച്ചു തന്നത്. ശ്രീ പേര ഭഗവതി അനുഗ്രഹം ചൊരിഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളുണ്ടോ. ഹരിതാപമാർന്നീ ക്ഷേത്രാങ്കണം ജൈവ വൈവിധ്യങ്ങളുടെ അമൂല്യ ശേഖരമാണ്. പാർശ്വകവാടത്തിൽ കാറ്റിൽ ഉലഞ്ഞു നിൽക്കുന്ന ആലിന്റെ കുമ്പിളിലകൾ ക്ഷേത്രത്തിൽ എത്തുന്നവരെ വിസ്മയിപ്പിക്കുന്നതിനൊപ്പം ഒരു പുരാണ കഥയുടെ കൗതുകമുണർത്തുന്നു. അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ ചങ്ങാതിമാരോടൊപ്പം കവർന്ന വെണ്ണ സേവിച്ചിരുന്നത് ഈ ആലിന്റെ ഇലകൾ കൊണ്ട് കുമ്പിൾ കുത്തിയായിരുന്നു. ഭഗവത് സ്പർശത്താൽ പിൽക്കാലത്ത് രൂപപരിണാമത്തിന് വിധേയമായി എന്ന ഐതിഹ്യ വിശേഷം ഈ വൃക്ഷത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ 10 കിലോമീറ്റർ റേഡിയസിൽ ജാതി മത ഭേദമന്യേ പക്ഷി മൃഗാദികൾക്കും ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ മുഖേന വളരെയധികം ശ്രേയസ് ഉണ്ടായിട്ടുണ്ട്. അടിക്കടി ഉന്നതിയിലേക്ക് ഉയരാനും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും ഈ പേരയിൽ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എന്നോടൊപ്പമുള്ള ഈ ഗ്രാമവാസികളും വിശ്വസിക്കുന്നു. ജാതിമത ഭേദമില്ലാതെ മനുഷ്യരും മൃഗങ്ങളും സസ്യജാലങ്ങളും സഹവർത്തിക്കുന്ന ഈ തട്ടകത്തിലെ ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ഇതര ദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സഹസ്രകലശം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷേത്രത്തില് നവീകരണ കാര്യങ്ങൾ അതിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭമാണ്. ഏറ്റവും നല്ല ഇതിലും വലിയ സന്ദർഭം ഇല്ലാന്ന് പറയാം. അതിനുള്ള അനുഗ്രഹം നമ്മുടെ സന്തതി വരുമ്പോഴേക്കാണ് അനുഗ്രഹിക്കാനുള്ള യോഗം ഉണ്ടാകും. അപ്പൊ നമുക്ക് സന്തതി വരുമ്പോഴേക്ക് ഈ സ്റ്റേറ്റ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് ക്ഷേത്രങ്ങളുടെ ഉദാഹരണത്തിന് പങ്കുണ്ടായി. ഏത് മനുഷ്യണ്ടായിരുന്നതിന്റെ വാക്കുണ്ടായിരുന്നതിന്റെ തത്വമുണ്ടായിരുന്നതിന്റെ അത് പങ്കെടുക്കും. ആയുരാരോഗ്യ സൗഖ്യത്തിന് സന്തതി വരുമ്പോഴേക്കാണ് ആയുരാരോഗ്യ സൗഖ്യത്തിന് ഉത്തമമായ കാര്യം. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ഏത് വിധേയനാണ് പങ്കെടുക്കാൻ സാധിക്കാന്നല്ല ആ അതേമാതിരി പേരെ കണ്ടിട്ട് പങ്കെടുക്കാൻ എല്ലാവർക്കും പേരെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ഞാൻ ഗുരുവായൂരിനോട് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ ക്രിയകളോടുകൂടിയ അഷ്ടബന്ധ സഹസ്രകലശം 2017 ജൂൺ 21 മുതൽ 26 കൂടി നടത്തപ്പെടുന്നു. കുടുംബക്ഷേമത്തിനായി ഭക്തർക്ക് കലശാഭിഷേകം വഴിപാട് നടത്തുവാൻ അവസരമുണ്ടാകുന്നതാണ്. ഈ കലശാഭിഷേകത്തിന് പൂർണ്ണതയിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഇന്നേ വരെ കാണിച്ചിട്ടുള്ള അവരുടെ ആ ആത്മാർത്ഥതയും ഭക്തിയും അത് ഈ ഇത്രയ്ക്കും വലിയ ഒരു യജ്ഞം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്നാണ്. അപ്പോൾ ഓരോ കുടുംബത്തിനും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെയും ഐശ്വര്യത്തിന് വേണ്ടി ദുരിതങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് കലശാഭിഷേകത്തിൽ പങ്കെടുക്കുകയും ഇതിനെ പൂർണ്ണമായിട്ടുള്ളൊരു വിജയമാക്കി തീർക്കണം. പേരക്കിടാങ്ങളെ മാറോടു ചേർത്തു കൊണ്ടോമനിക്കും ദേവിയമ്മേ ശ്രീ പേരഭഗവതിയമ്മേ എപ്പോഴും എവിടെയും
കനിവോടെ അടിയന്റെ ഒപ്പമുണ്ടാവണേ കാളി ശ്രീ ഭദ്രകാളി മഹാദേവി. പേരക്കിടാങ്ങളെ മാറോടു ചേർത്തു കൊണ്ടോമനിക്കും ദേവിയമ്മേ ശ്രീ പേരഭഗവതിയമ്മേ.